ആൾക്കാർക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം പൂർണ്ണമായിട്ട് സൗഖ്യമായില്ല. എന്നാലും ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും മാറിയില്ല. ഒരു കാലിന് വലത്തെ കാലിന് നീരും കുറച്ച് വേദനയുണ്ട്. ഇടത്തെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി. പൂർണ്ണമായിട്ട് സൗഖ്യമായി. എത്ര നാള് സിസ്റ്റർ വേദന ഉണ്ടായിരുന്ന? ഇത് എനിക്ക് 5-8 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉള്ളതാ. 5-8 വർഷമായിട്ട് കാലില് വേദനയും ഈ പറഞ്ഞ പോലെ കാലിന് മരവിപ്പ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സിസ്റ്റർ? മരപ്പും സ്പർശം നമുക്ക് കാലെ തൊട്ടാലൊന്നും സ്പർശന ശേഷിയില്ല. ഇല്ല. വലത് കാലിന് ഭയങ്കര വലത്തുകാലിനാണ് ഇപ്പൊ കൂടുതൽ നീരും അങ്ങനെ ആ വേദനയും. ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു. ഇന്നിപ്പോ അത് വലത്ത് കാലിന് കുറവുണ്ട്. ഇടത്തെ കാല് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അതായത് ഇപ്പം തൊട്ടാൽ ഇപ്പൊ അറിയാൻ പറ്റും ഇടത് കാലിന്? ഇടത്ത് കാലെ തൊട്ടാ അറിയാം. നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ സ്പർശനം ശരിക്കും അറിയത്തില്ലായിരുന്നു. അതാണ് പറഞ്ഞത്, സ്പർശനം അറിയത്തില്ലായിരുന്നാണ് പറഞ്ഞത്, സെൻസേഷൻ കുറവായിരുന്നു പറഞ്ഞേ. അതെ. ഇപ്പൊ സൗഖ്യം വന്നപ്പം ആ ഇടതുകാലിൽ ഇപ്പം പൂർണ്ണമായിട്ടും വേദനയെ മാറി. ഇപ്പൊ ആ സെൻസേഷൻ തിരിച്ചു കിട്ടി അല്ലേ? നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റേ കാലിലെ വേദന ഒന്ന് കൈവച്ച്, മറ്റേ കാലിലെ വേദന കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇടതുകാല് പൂർണ്ണ സൗഖ്യമായതുപോലെ ആ വലതുകാലിലേക്കും അത് പകരട്ടെ. ഇപ്പോൾ തന്നെ പിടിച്ചു കെട്ടിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ആ വേദനയെ ക്യാൻസൽ ചെയ്യുന്നു, രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു, സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ ഇത് സാക്ഷ്യമാ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എൻ്റെ മകളുടെ കുടുംബത്തിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ? അതൊരു വലിയ ഭാരവശമായി തീരാതെ മാറ്റിത്തരേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും യേശുവിന്റെ നാമത്തിലെ ബന്ധനങ്ങളെ അഴിച്ചുവിടുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ബ്രദറെ, എന്റെ മകള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഒരു 3 പേപ്പർ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ്. അത് കാണുവാനില്ല. അത് നമുക്ക് കിട്ടണം. 100 ആടിൽ നിന്ന് ഒരാടിനെ മാറിപ്പോയപ്പോൾ അത് തിരിച്ചു കിട്ടിയതുപോലെ ആ പേപ്പർ തിരിച്ചു വിടണം കർത്താവ്. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നവ പ്രിയമക്ക കർത്താവെ, ദുഃഖമായിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ദുഃഖം സന്തോഷമാകട്ടെ, അത് മടങ്ങി വരട്ടെ. അത് എവിടെ നഷ്ടപ്പെട്ടു പോയ അപ്പൊ അത് തിരികെ വന്ന് അവരുടെ സന്തോഷം പൂർണ്ണമാകട്ടെ. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, ദൂതന്മാർ അതെടുത്തുകൊണ്ട് മടങ്ങി കൊണ്ടുവരട്ടെ. അവരുടെ കരത്തിൽ അത് ലഭിക്കട്ടെ, സാക്ഷ്യമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കടന്നു കഴിഞ്ഞ ഉടനെ അതുപോലെ തന്നെ സ്വപ്നത്തിൽ കാണുന്ന അത് ദൈവം കാണിക്കുന്നതാണോ അതോ നമ്മുടെ അങ്ങനെ കടന്നുകൊണ്ട്? മനസ്സിലായില്ല. ഞാൻ എൻ്റെ സഹോദരിക്ക് 35 പവന്റെ സ്വർണം കൊടുക്കാണ്ട്. ഞാൻ തൊടുപുഴ വന്ന ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചോണ്ട് തന്നെ ഇരുന്ന്. അപ്പൊ അന്യഭാഷ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ ആ സ്വർണം ഞാൻ കൊടുക്കുന്നതല്ല, എൻ്റെ വീട്ടോട്ട് വരുന്ന ഞാൻ അതിങ്ങനെ എടുത്ത് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അത് ദൈവം കാണിക്കുന്നതാണോ അതോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന ആയതുകൊണ്ട് കാണുന്നതാണോ? നമ്മൾ ഈ ദിവസങ്ങളിൽ സിസ്റ്ററെ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ കൂടുതൽ ആ കാര്യത്തിൽ എനിക്കത് വ്യക്തമായി അതെനിക്ക് അനുഭവിക്കുവാനും മനസ്സിലാകുവാനും ഭാഗത്തിൽ പിന്നെയും കർത്താവെ ആഴമായി അതോടെ ഇടപെടണം എന്ന് പറയുമ്പോൾ കർത്താവ് അടയാളങ്ങളെ വെളിപ്പെടുത്തും കേട്ടോ. അടയാളങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇനിയും നമുക്കൊരു ഉറപ്പ് ദൈവം തരും. നമുക്ക് ഇതിപ്പം കൺഫേം പറയാൻ പറ്റത്തില്ല സിസ്റ്ററെ. കാര്യം കൂടുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പം കൂടുതൽ ആഴമായി കർത്താവ് എടുത്ത് വിടും കേട്ടോ. പിന്നെയും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായി കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ, പ്രൈസ് ലോർഡ്. പറഞ്ഞു. പറയട്ടെ. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. പിന്നെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിട്ടാണ്. അരുണ ശങ്കർന്ന് കണ്ണൂരിന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ ആദ്യം കസേലിന്റെ മുകളിൽ പ്രാർത്ഥിച്ച ഒരാളുണ്ടായിരുന്നു, പ്രായമുള്ള. ഓർമ്മയുണ്ടോ? 2 ഭാര്യയും ഭർത്താക്കും പ്രാർത്ഥിച്ചത്. അവര് ഇപ്പൊ പാർക്കിൻസോൺസിന്റെ പ്രശ്നം നല്ല മാറ്റമുണ്ട്. കാലിന്റെ അടി മറ്റു കാലിന്റെ ഉള്ളം ഇല്ലേ, കാലിന് നിലം തട്ടുന്ന അവിടുന്ന് അറിയില്ലായിരുന്നു.
അവിടെ കാല് ഒന്നും അറിയില്ല, മറ്റേ എടുക്കുക. ഇപ്പൊ വിരലൊക്കെ പിടിച്ച് വലിക്കുമ്പോ നല്ല വേദനയുണ്ട്. ഇപ്പൊ നല്ല ഇതായി. ഇപ്പൊ 2 പ്രാവശ്യം ബസ്സിന് യാത്ര ചെയ്യുന്നു. 1 വർഷമായി ബസ് യാത്ര ചെയ്യാതെ. ഇപ്പൊ 2 പ്രാവശ്യം ബസ് യാത്ര ചെയ്യുന്നു. നല്ലൊരു മാറ്റം ദൈവം കൊടുത്തു. കുറച്ചും കൂടി പ്രശ്നം കണ്ട് അതും കൂടി മാറി ആൾ ഓക്കെ ആയി. പിന്നെ എന്നോട് ഒരു ദൂത് പറഞ്ഞത് കഴിഞ്ഞ ഈ മാസം തന്നെ അല്ല, ആദ്യം 4/5 തോന്നുന്നു, മെയ് മാസം ജനിച്ചത്, വീട്ടിൽ ഫ്ലവർ ഉള്ളത്. അപ്പൊ അത് പൗഡേഴ്സുള്ള ഇന്ന് ഈ ശനിയാഴ്ച എന്നെ ജന്മദിവസം. അതൊന്നും പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ജനിച്ച ദിവസമേ പറഞ്ഞത് ഓർമ്മ, ഒന്നും പറഞ്ഞത് ഓർമ്മയില്ല എനിക്കത്. പിന്നെ നോക്കുമ്പോ അതിന്റെ ഇത് വീഡിയോ ഇട്ട് കണ്ടിട്ടും ഇല്ല. പിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ശനിയാഴ്ച ജന്മദിവസം എന്റേത്. അവർക്ക് പൂർണ്ണമായിട്ടും വിടുതൽ കിട്ടിയല്ലേ സിസ്റ്ററെ? പൂർണ്ണമായി ചെറിയൊരു പറയലും കൂടി അതും കൂടി ഓക്കെ ആയി. നന്ദി കർത്താവേ, തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇപ്പൊ നടക്കുന്നതിന് പ്രശ്നമില്ല. ഉള്ളം കാല് കിക്കിളിയൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. കാലിന്റെ ഉള്ളം കാലൊന്നും ഒന്നും അറിയില്ലായിരുന്നു. എന്റെ യേശു ഇപ്പൊ വലിയൊരു എടുക്കുന്നുണ്ട്. കാലിന് വേദനയിലുണ്ട്, വേദന അറിയുന്നുണ്ട്. നേരത്തെ സെൻസേഷൻ ഒട്ടും ഇല്ലായിരുന്നു അല്ലേ? സ്പർശനം ഒന്നും അറിയത്തില്ല. പതപ്പുണ്ടായിരുന്നു. നമ്മുടെ മർമ്മത്തിനൊരു ഇതുണ്ടാവും, എന്താ പറയാ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു പതപ്പ്, ഒരു പൊള്ളൽ, എന്താ പറയാ, കാലിന് അതുണ്ടായി. ഇപ്പൊ അത് ഉണ്ടായിരുന്നില്ല ആദ്യം. അത് വലിയൊരു കൃപയാണ്. നേരത്തെ സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോയതാണ്. എന്ന കർത്താവ് അത് പൂർണ്ണമായിട്ടും വിടുതൽ കൊടുത്തു, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഗോഡ് ബ്ലസ്. കർത്താവ്, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ യേശുവിനകത്ത് എല്ലാ ഇൻഫെക്ഷനിലും മാറട്ടെ, സുഖമായി ഉറങ്ങട്ടെ, ആരോഗ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്ന നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഞങ്ങളുടെ സൗഖ്യത്തിന് നന്ദി, വിടുതലിന് നന്ദി, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സുഖമായി ഉറങ്ങട്ടെ, സ്വസ്ഥമായിരിക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. സാക്ഷ്യമല്ല ബ്രദറെ, ആണെങ്കില് കുറച്ചു നാളായി എനിക്കാണെങ്കില്